ദ ഗ്രേറ്റ് സാബത്ത് എന്നറിയപ്പെടുന്ന വലിയ ശനിയാഴ്ച, വലിയ ശാബദം എന്നറിയപ്പെടുന്ന വിശുദ്ധവാരത്തിലെ ഈ ശനിയാഴ്ച, പ്രിയപ്പെട്ടവർ, സാബത്ത് ആചരിക്കുകയാണ് കർത്താവ്. സൃഷ്ടിയിൽ 6 ദിവസത്തെ സൃഷ്ടികർമ്മത്തിനു ശേഷം 7-ാം ദിവസം കർത്താവ് വിശ്രമിച്ചു എന്ന് കാണുന്നുണ്ടല്ലോ. ഇതാ പുത്രൻ വലിയ രക്ഷാകര കർമ്മം നടത്തിയിട്ട് തളർന്ന് ഉറങ്ങുകയാണ്. വിശ്രമത്തിൻ്റെ, മഹാവിശ്രമത്തിൻ്റെ ദിനമാണ് വലിയ ശനിയാഴ്ച. പക്ഷേ അങ്ങനെ വിശ്രമത്തിൻ്റെ ദിനം മാത്രമായി അതിനെ ചുരുക്കിയാൽ പറ്റില്ല. അപ്പസ്തോല വിശ്വാസ പ്രമാണത്തിലും അത്തനേഷ്യൻ വിശ്വാസ പ്രമാണത്തിലും കാണുന്ന ഒരു പ്രയോഗം അവിടുന്ന് പാതാളത്തിലേക്ക് ഇറങ്ങി എന്നതാണ്. അതെ, ഈ ശനിയാഴ്ചയെക്കുറിച്ചുള്ള മറ്റൊരു കാഴ്ചപ്പാട് അവിടുന്ന് പാതാളത്തിലേക്കിറങ്ങി എന്നാണ്. ആത്മാവോടുകൂടെ ഭൂമിയുടെ അധോമണ്ഡലത്തിൽ ലോകാരംഭം മുതൽ മരിച്ച കിടന്നിരുന്ന അവരോട് സുവിശേഷം പ്രഘോഷിക്കാൻ അവിടുന്ന് കടന്നു ചെന്നത്രേ. നമ്മൾ 1 പത്രോസ് 4:6 നമ്മൾ വായിക്കുകയാണ്. ശരീരത്തിൽ മനുഷ്യരെപ്പോലെ വിധിക്കപ്പെട്ടെങ്കിലും ആത്മാവിൽ ദൈവത്തെപ്പോലെ ജീവിക്കുന്നതിന് വേണ്ടിയാണ് മരിച്ചവരോട് പോലും സുവിശേഷം പ്രസംഗിക്കപ്പെട്ടത്. എഫേസുസുകാർക്കുള്ള ലേഖനം 4-ാം അധ്യായം 9-ാം വാക്യം നമ്മൾ വായിക്കുന്നു. അവൻ ആരോഹണം ചെയ്തു എന്നതിൻ്റെ അർത്ഥം എന്താണ്? അവൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്നു കൂടിയല്ലേ. കാറ്റഗിസ് ഓഫ് ദ കാത്തലിക് ചർച്ച് നമ്പർ 631 ഇത് സുന്ദരമായി അവതരിപ്പിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ വലിയ ശനിയാഴ്ച നിശബ്ദതയുടെ ശനിയാഴ്ചയാണ്. പ്രാർത്ഥനാപൂർവം ഉത്ഥാനത്തിനായി നാം ഒരുങ്ങുന്ന ശനിയാഴ്ച. അതെ, ദൈവപുത്രൻ്റെ വലിയ വിശ്രമ ദിനമാണിന്ന്. കർത്താവായ ഈശോയെ, അങ്ങയോടൊപ്പം ഞങ്ങളും വിശ്രമിക്കട്ടെ.